കേരളത്തിൽ തന്നെയും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഒരു വലിയ കീറാമുട്ടി തന്നെയാണ് UDF-ന്. പ്രത്യേകിച്ച് പാലക്കാട് നിന്നുള്ള MLA ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയം ഏതെങ്കിലും നിലവാരത്തിൽ പാലക്കാട് ജനവിധിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ പ്രിയ? ഉണ്ണി, അത് UDF-നെ കാര്യമായി ബാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഓഗസ്റ്റിലാണ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണം വരുന്നത്. ആ ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് രാഹുലിനെതിരെ കേസ് വരുന്നു. കോടതി നടപടികളിലേക്ക് കടന്നപ്പോൾ തന്നെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കുന്നു. നിലവിൽ രാഹുൽ കോൺഗ്രസുകാരനല്ല എന്ന് എല്ലാ സ്ഥലത്തും കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പലയിടങ്ങളിലും ഈ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയത് വലിയ തലവേദനയാണ് കോൺഗ്രസിനെ സൃഷ്ടിച്ചതെങ്കിലും ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിയിരിക്കുകയാണ്. വളരെ സാധാരണക്കാരായ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തെ കുടുക്കിയിരിക്കുകയാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ തന്നെയാണ് ഉണ്ണി. നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം സ്ത്രീ വോട്ടർമാർ ഇപ്പോഴും രാഹുൽ അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്തായാലും UDF-ന് രാഹുൽ വിഷയം കാര്യമായി ബാധിക്കില്ല എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം UDF കൈയൊഴിഞ്ഞു. അവർക്ക് കൃത്യമായി പറയാം, അതാത് സമയത്ത് അവർ നടപടിയെടുത്തു. അതായത് CPM ചെയ്യുന്ന പോലെ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പരമാവധി പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ ഉള്ള ഒരു നീക്കവും നടന്നിട്ടില്ല എന്ന വളരെ വ്യക്തമായ ഒരു വിശദീകരണമാണ് ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ പോലും കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തത്. അതൊട്ടൊക്കെ ജനങ്ങൾ എടോ മാപ്രകളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടം വിഷയം UDF-നോ കോൺഗ്രസിനോ യാതൊരു വിധത്തിലും ഒരു തരിമ്പ് പോലും തിരിച്ചടി ആവില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് പുറത്ത് നിന്നുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ചാൽ പോലും പാട്ടും പാടി രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറുമെന്നുള്ളതാ. മനസ്സിലായില്ലേ? അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട. ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, വേട്ടയാടലാണ് നടന്നിരിക്കുന്നത് എന്നൊന്നിനെ കുറിച്ചും ഒരു സംശയവും ആർക്കും വേണ്ട. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് എന്താ തെളിവുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഈ 2025 ഡിസംബർ 9-നും ഡിസംബർ 11-നും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് 2025 ഡിസംബർ 13-നാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ മുമ്പ്, അതായത് കേരളത്തിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഡിസംബർ 9-ന് തെക്കൻ മേഖലകളിൽ, വടക്കൻ മേഖലകളിൽ ഡിസംബർ 11-നും നടന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, ഈ പോളിംഗ് നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്, എന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് 20 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയരുന്നു, വിവാദങ്ങൾ തുടങ്ങുന്നു. അന്ന് മുതൽ തുടങ്ങിയ വേട്ടയാടൽ അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി മുഖ്യമന്ത്രിയെ ചെന്ന് കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നിട്ട് അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ട് പോലും കോൺഗ്രസിന് പാലക്കാട് മുനിസിപ്പാലിറ്റി ആവട്ടെ, മാത്തൂരാവട്ടെ, കണ്ണാടി ആവട്ടെ, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പെടുന്ന ഏത് ഇടമാകട്ടെ, എല്ലായിടത്തും കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത്, ഇവൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും കോൺഗ്രസിന് വളരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വളരെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാ. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം ചർച്ചയായി അത് വോട്ടർമാരെ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പോലും കോൺഗ്രസ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും ശരി, സഖാക്കളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടം വിവാദം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചാ വിഷയമാകും. പക്ഷേ അത് എങ്ങനെ ചർച്ചാ വിഷയമാകും? കോൺഗ്രസിന് അഡ്വാൻറ്റേജ് ആകുന്ന രീതിയിൽ, കോൺഗ്രസിന് പോസിറ്റീവ് ആകുന്ന രീതിയിൽ, കോൺഗ്രസിന് യാതൊരുവിധ ഡ്രോബാക്കും ആകില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിന് വ്യക്തമായ
അഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം ഈ പറയുന്ന ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, അജണ്ടകൾ തീരുമാനിച്ചു കൊണ്ടുള്ള വേട്ടയാടലുകളാണ് അയാൾക്കെതിരെ നടന്നത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യമായ കാര്യമാണ്. നിങ്ങളാരും കരുതുന്ന പോലെ കേരളത്തിലെ 10 15 വരുന്ന ഈ പറയുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിചാരണ നടത്തിയാൽ എന്താണ് കരുതിയത് നിങ്ങൾ? കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ നടത്തുന്ന ഈ വേട്ടക്കൊപ്പം നിൽക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ നടത്തുന്ന വേട്ടയാടലുകൾ അത് നിങ്ങൾ മാധ്യമങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് അത് പൊതുമധ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള സ്പേസ് ഉണ്ട്, അത് ശരിയാ. പക്ഷേ ആ നിങ്ങൾ പൊതുമധ്യത്തിലേക്ക് എത്തിക്കുന്നത്, പടച്ചു വിടുന്നത് നിങ്ങളുടെ തലക്കെട്ടുകൾ, നിങ്ങളുടെ സ്റ്റോറികൾ, ഇതൊക്കെ ജനം ഉൾക്കൊള്ളണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങൾ പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. മനസ്സിലായില്ലേ? ഇവിടെ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്, നിലപാടുകളുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം, ഈ പരാതി എന്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം അത് പരാതിയായിട്ട് വന്നു? ഓഗസ്റ്റ് 20 തുടങ്ങിയ ആരോപണങ്ങൾ പരാതികളില്ലാതെ, പരാതിക്കാരികളില്ലാതെ, എന്തിന് ഈവൻ ഈ ഒന്നാമത്തെ പരാതി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നേരിട്ട് നൽകിയ വ്യക്തിയെ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടങ്ങളിൽ, എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 20 ശേഷമുള്ള ദിവസങ്ങളിൽ ചെന്ന് കണ്ട് അങ്ങോട്ട് പരാതിക്കാരിയാവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അന്ന് എനിക്ക് പരാതിയില്ല, നിയമ നടപടിക്ക് തയ്യാറില്ല എന്നുള്ള മൊഴിയാണല്ലോ കൊടുത്തത്. അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. അതേ ആള് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേത് പരാതി നൽകിയത് പോലും ആ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? അങ്ങനെ വ്യക്തമായ ഒരു ചിത്രം, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ കൃത്യമായ ഒരു ചിത്രം, UDFന് എല്ലാ രീതിയിലും അനുകൂലമായ ചിത്രം, രാഹുൽ മാങ്കൂട്ടം വിവാദം UDFന് തിരിച്ചടിയാവാത്ത ചിത്രം നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെയും ഇത് രാഹുൽ മാങ്കൂട്ടം വിവാദം കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയം ജെന്യൂനല്ല. ആ സംശയം നിങ്ങൾ ഉണ്ടാക്കുന്ന സംശയങ്ങളാ. അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയങ്ങളല്ല. നിങ്ങൾ ചില അജണ്ടകൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യത്തെ നിങ്ങൾ സംശയമാക്കി ചിത്രീകരിച്ച് അതിലൂടെ വല്ലതും നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അജണ്ടകൾ. വളരെ കൃത്യമാണല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിവാദം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിലും, ഒരു വിധത്തിലും കോൺഗ്രസിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. അത് കോൺഗ്രസിനെ നെഗറ്റീവായി ബാധിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം ഒരു ഇൻഡിപെൻഡൻ്റ് സ്ഥാനാർത്ഥി, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അയാൾ പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ പാലക്കാട് നിന്ന് അയാൾ പാട്ടും പാടി വിജയിക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ വേണമെങ്കിൽ കേരളത്തിലെ മാപ്രകൾ നിങ്ങൾ ഈ പറയുന്ന അജണ്ടകൾ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ആ ന്യൂസ് റൂമുകളിൽ നിന്ന് ഇറങ്ങി ഈ പൊതുസമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിവാദത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായില്ലേ? നിങ്ങളത് കിട്ടാറുണ്ട്. ഇനി അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കരുത്, ഈ പറയുന്ന അടിമകളായിട്ടുള്ള സഖാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. ശരിയാണ്. നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് യാതൊരു മുൻവിധികളോ യാതൊരു അജണ്ടകളോ യാതൊരു മാനദണ്ഡങ്ങളോ ഇല്ലാതെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിൽക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾ ഒക്കെ, അവരെയൊക്കെ നിങ്ങൾ അവരുടെ ഒരു പ്രതികരണം തേടുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിവാദത്തെക്കുറിച്ച് ജനം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ അവസാനിപ്പിക്കുക. എന്താണ്?
കേരളത്തിലെ സ്ത്രീ സമൂഹം നിങ്ങൾ കരുതുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരല്ല. ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിലെ ഒരു മെജോറിറ്റി, ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ നിമിഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നവരാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലായിക്കോ. അത് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാം. ഞാൻ പറയാതെ തന്നെ, എൻ്റെ വാക്കുകളെ വിശ്വസിക്കാതെ തന്നെ നിങ്ങൾ പുറത്തിറങ്ങിയെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പോലും കേരളത്തിൻ്റെ മെജോറിറ്റി സ്ത്രീ സമൂഹവും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നവരാണ്. അതിനി പാലക്കാട് ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ബോധ്യമാകുന്നതാണ്. ഇത് മാത്രമേ പറയാനുള്ളൂ, അതിനപ്പുറം മറ്റൊന്നും പറയാനില്ല.